കാസർഗോഡ് ശസ്ത്രക്രിയക്കിടെ 9 വയസ്സുകാരൻ മരിച്ചു. ബേടകം സ്വദേശി അഷ്റഫിന്റെ മകൻ ഇയാസ് ആണ് മരിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ഇന്ന് രാവിലെ ആയിരുന്നു ശസ്ത്രക്രിയ. സാരംഗ് സുരേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. അതിനു മുമ്പ് ഒരു പ്രതികരണം കാണാം. ഈ പൊക്കിളിൽ നിന്നൊരു വെള്ളം വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു സർജറിയാണ് ഡോക്ടർ സുനിൽ ചന്ദ്രന് ഇവിടെ നടത്തിയത്. സർജറിക്ക് ശേഷമാണ് ഹാർട്ട് ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണത്തിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. 9 വയസ്സുള്ള കുട്ടിയാണ്. ഇന്നലെ രാവിലെ ഞാൻ കൊടുന്നതാണ്. അപ്പോൾ ഇന്നാണ് ഡേറ്റ് തന്നത്. അപ്പോൾ അനസ്തേഷ്യ ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു അരക്ക് താഴെ ചെറുത് അനസ്തേഷ്യ ചെയ്താൽ മതി, ഫുള്ള് വേണമെന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ കൊണ്ടുവന്ന് കുറച്ച് കഴിയുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെയാണ് ഓപ്പറേഷൻ നടന്നതിന് തന്നെ രാവിലെയാണ് ട്രക്ക് കയറ്റിയതാണ് ഓപ്പറേഷൻ തിയേറ്റർ. അതെന്നോട് പറഞ്ഞിരുന്നു, കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ പറഞ്ഞിരുന്നു അരക്ക് താഴെ കൊടുത്താൽ മതി, ഫുള്ള് കൊടുക്കണ്ട, ആരോഗ്യമുണ്ട് കുട്ടിക്ക്, അതുകൊണ്ട് വിഷയമില്ല എന്ന് പറഞ്ഞു. സാരംഗ് സുരേഷാണ് വിവരങ്ങളുമായി. സാരംഗ്, അതീവ ഗൗരവതരമായ സംഭവമാണ്. 9 വയസ്സുകാരന് സർക്കാർ ആശുപത്രിയിൽ സർജറിക്കിടെ ജീവൻ നഷ്ടമായി എന്ന വിവരം. എന്ത് രോഗമായിരുന്നു? രോഗവുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടും എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ടും ആശുപത്രിയിൽ നിന്നുള്ള പ്രതികരണം എന്താണ്? അതുതന്നെയാണ് രതീഷ്. ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ വലിയ ചികിത്സാപ്പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കുട്ടിക്ക് അത്രത്തോളം വലിയ രോഗമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു ചെറിയ രീതിയിലുള്ള ഉദരരോഗവുമായി ബന്ധപ്പെട്ട് ഒരു സർജറി നടത്തുന്നു. കുട്ടി ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് കുട്ടി ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്നത്. അനസ്തേഷ്യയെ ബന്ധപ്പെട്ട് കുട്ടിക്ക് അനസ്തേഷ്യ നൽകേണ്ടതുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ബന്ധുക്കളെ ഡോക്ടർമാർ അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് ലഭിക്കുന്ന വിവരം കുട്ടി ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ഒട്ടേറെ ബന്ധുക്കളും പൊതുപ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കുട്ടി എങ്ങനെയാണ് മരിക്കുന്നതെന്നുള്ള വിവരം എപ്പോഴാണ് അറിയുന്നത്? ഞാൻ ഈ സർജറി നടന്നതിന് ശേഷം കുട്ടിക്ക് ഇങ്ങനെ കുറച്ച് സീരിയസ് ആണ് എന്നുള്ളത് സർജറി വാർഡിലുണ്ടായിരുന്ന ഒരാളാണ് എന്നെ വിളിച്ചറിയിക്കുന്നത്. ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ കുട്ടി മരണപ്പെട്ടിരുന്നു. സർജറിക്ക് ശേഷമാണ് മരിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത്. മരണവുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങളോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പരാതിയും കാര്യങ്ങളൊന്നും ആ സമയത്ത് അവർ പറഞ്ഞിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു ചെറിയ സർജറികളുണ്ടായ സംഭവമായതുകൊണ്ട് ആശുപത്രി അധികൃതരാണ് പോലീസിനെ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബന്ധുക്കളോട് സംസാരിക്കുന്ന സമയത്ത് മറ്റൊരു ആരോപണം കൂടി വരുന്നുണ്ടല്ലോ, ഈ അനസ്തേഷ്യ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കോഴ വാങ്ങി എന്നുള്ള രീതിയിലൊരു ആരോപണം കൂടി വരുന്നുണ്ടല്ലോ. അതായത് ഇപ്പോൾ പിതാവിൻ്റെ കുട്ടി മീഡിയക്കാരോട് സംസാരിക്കുമ്പോൾ അത് പറഞ്ഞിരുന്നു, അനസ്തേഷ്യ ഡോക്ടർ കോഴ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അതൊരു ഗൗരവമുള്ള വിഷയമാണ്. കാരണം നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പാവപ്പെട്ട ഒരുപാട് രോഗികൾക്ക് ആശ്രയമാകുന്ന ഒരു ആശുപത്രിയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രി. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയിൽ ഇത്തരം സംഭവങ്ങൾ ഏതെങ്കിലും ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടെങ്കിൽ അത് കർശനമായി വിലക്കേണ്ടതും നടപടി സ്വീകരിക്കേണ്ടതുമാണ്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിയമ നടപടി വേണമെന്ന് തന്നെയാണ് ബന്ധുക്കളും എല്ലാവരും നാട്ടുകാരുമൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. അവരിപ്പോൾ കാസർഗോഡ് ടൗൺ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവിക മരണത്തിൽ പോലീസ് കേസെടുക്കും. അതോടൊപ്പം തന്നെ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. അനസ്തേഷ്യ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്ക് ബന്ധുക്കൾ ഈ രീതിയിൽ കോഴ നൽകേണ്ട ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഒരു ആവശ്യം അവരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു എന്നടക്കമുള്ള കാര്യം വരികയാണ്. എന്തായാലും വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഒരു 9 വയസ്സുകാരനാണ് ഈ രീതിയിലൊരു ചികിത്സാ പിഴവ് കൊണ്ട് മരണപ്പെടുന്നത്. കുട്ടി മരിച്ചവരെ എപ്പോഴാണ് അറിയുന്നത്? മരിച്ചവർ ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞു. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വലിയ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു? ഇല്ല, ആരോഗ്യ പ്രശ്നമൊന്നുമില്ലായിരുന്നു. നോർമൽ. സാധാരണ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സാധാരണ അതൊരു ഗൗരവമുള്ളതുപോലെ ഉണ്ടായിട്ടില്ല. ചെറിയൊരു ഓപ്പറേഷൻ എന്നുള്ള ആൾക്കാണ്. ചെറിയ ഓപ്പറേഷനാണ് ഡോക്ടർ പറഞ്ഞത്. വലിയ പേടിക്കാനുള്ളതൊന്നുമല്ല. ഇങ്ങനെയാണ് വാർത്ത കേൾക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ഓടിയെത്തിക്കണം. സംഭവിച്ചെന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. സാരംഗാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. സാരംഗ് ആശുപത്രിയിൽ ഡോക്ടർമാരുമായി ഉൾപ്പെടെ സംസാരിക്കും. എന്താണ് സംഭവിച്ചതെന്നത് വളരെ പ്രധാനമാണ്. 9 വയസ്സുകാരാണ് മരിച്ചത്. അത്യന്തം ഗൗരവതരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തത ഇനി ഉണ്ടാകേണ്ടതുമുണ്ട്. പൊതുപ്രവർത്തകന്മാരെ രാഷ്ട്രീയക്കാരെ വിളിക്കുന്നു. ഞങ്ങളിവിടെ അഡ്മിറ്റ് ചെയ്ത് 3 ദിവസം 4 ദിവസമായി ഒരു ഡോക്ടർ വന്ന് എന്താണ് നിങ്ങൾ
എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിക്കാൻ പോലും ആളില്ലാതെ നാഥനില്ല കളരിയായി കാസർഗോഡ് താലൂക്ക് ആശുപത്രി മാറിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് 12 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി മരണപ്പെട്ടത്. ഈ കുട്ടി മരണപ്പെടാനിടയായ സാഹചര്യങ്ങൾ എന്ത് എന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കന്മാർ പരാതിയായി നൽകിയിട്ടുണ്ട്. അവർ ഞങ്ങളുടെ കുട്ടിയെ കൊന്നതാണ് എന്നാണ് വികാരത്തോടു കൂടി ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത്. ആ കുട്ടിയുടെ ഓപ്പറേഷൻ സാധാരണക്കാരായ കുടുംബത്തിൽപ്പെട്ട കുട്ടി, അവർക്ക് ജീവിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കാണാൻ സാധിച്ചത്. അങ്ങനെ വേദന പറഞ്ഞു. ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്തു കിട്ടണമെങ്കിൽ കൈക്കൂലികൾ വേണം എന്ന് പരസ്യമായി ചോദിക്കുന്ന സ്ഥാപനമായി ഈ താലൂക്ക് ആശുപത്രി മാറിയിരിക്കുകയാണ്. അങ്ങനെ സൗജന്യ ശുശ്രൂഷ നൽകേണ്ട ഗവൺമെന്റ് ആശുപത്രി, ആ ആശുപത്രിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർ കൈക്കൂലി വാങ്ങിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞെട്ടിക്കുന്ന സംഭവമാണ്. കേരളത്തിലാണോ നമ്മളെന്ന് ജീവിക്കുന്നത് എന്ന് പോലും സംശയിക്കുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ലോകത്തിന് തന്നെ മാതൃകയായി. ഈ കാസർഗോഡ് താലൂക്ക് ആശുപത്രി, നമുക്കറിയാം കേരളത്തിലെ 140 മണ്ഡലങ്ങളുണ്ട്. ആ 140 മണ്ഡലങ്ങളിൽ നിന്ന് 139 മണ്ഡലങ്ങളിൽ നിന്ന് പിന്നോട്ടാണ് കാസർഗോഡ് താലൂക്ക് ആശുപത്രിയുടെ സ്ഥിതി എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു പനി വന്നാൽ പോലും ചികിത്സ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അധംപതിച്ചിരിക്കുകയാണ് ഈ കാസർഗോഡ് താലൂക്ക് ആശുപത്രി. ഇതിനെതിരായിട്ടാണ് നാഷണൽ യൂത്ത് ലീഗ് നടത്തുന്ന ശക്തമായ പ്രക്ഷേപം. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട്, ജനപക്ഷത്തുനിന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ലീഗ് ഈ ശോചനീയ അവസ്ഥക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം ഞങ്ങൾ നടത്തും. ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്, അതിന്റെ ആദ്യപടിയായിട്ടാണ് നാഷണൽ യൂത്ത് ലീഗ് ഇന്നിവിടെ താലൂക്ക് ആശുപത്രി മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഡോക്ടർമാരെയും കുറ്റം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജനകീയ ഡോക്ടർമാരായ ആളുകൾ ഇവിടെയുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല. അവർക്ക് വേണ്ട ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാകുന്നില്ല. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് തലതിരിഞ്ഞ സമീപനമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ആരോഗ്യവകുപ്പ് ഇവിടെ നേരത്തെ ഇബ്രാഹിം സാഹിബ് സൂചിപ്പിച്ചതുപോലെ മുരളീധരൻ കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായി ഏറ്റെടുത്ത് ഇന്ന് വരെയുള്ള സാഹചര്യം നാഥനില്ല കളരി പോലെ ഈ കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അവിടെ നിന്ന് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞാൽ പോരാ. ഈ താലൂക്ക് ആശുപത്രി ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ ശുശ്രൂഷയില്ല, ഇവിടെ മരുന്നില്ല. ആ സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ഈ ആശുപത്രി സന്ദർശിക്കണം. സന്ദർശിച്ച് ഉന്നതതല അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി ആ കുട്ടി മരണത്തിന്റെ സാഹചര്യം എന്തിനെ കുറിച്ച് വ്യക്തമായ റിപ്പോർട്ട് വേണം. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം. വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൽ അത്തർ പൂശിത്തന്നിടണോ. 6 കാൽ തേരിലേറി ഓടരുമുത്തെഴുന്നള്ളേണം. ആരവമായി കലിമുത്തിൻ മാധുരിയന്ന് മുഴങ്ങേണം. വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം. വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൽ അത്തർ പൂശിത്തന്നിടണോ. വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം. വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൽ അത്തർ പൂശിത്തന്നിടണോ. 6 കാൽ തേരിലേറി ഓടരുമുത്തെഴുന്നള്ളേണം. ആരവമായി കലിമുത്തിൻ മാധുരിയന്ന് മുഴങ്ങേണം. വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാ
ചമയേണം വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശി തന്നിടണം ഓ दौड़ जाता है हम इस पे नहीं जाएगा क्या ये तो बड़ा बाप का है हम उस पे जाएगा ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.